നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ എല്ലാ ബഹുമാന്യരായ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീമതി ജസിന്ത മോറിസ് മാഡം കവയിത്രിയാണ്, മോഡലാണ്, അഭിനേത്രിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. മാഡത്തിനും ശ്രീ വട്ടപ്പാറ ബാബുരാജ് അഭിനേതാവാണ്, സംവിധായകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. അതുപോലെ ശ്രീ കവിയും സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഷെല്ലി വൈഗ, കവി, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, കലാകാരന്മാരുടെ സംഘടനയായ ഫിലമൻ കലാസാഹിത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അജികുമാർ പനമരം സർ, അതുപോലെ കവിയത്രി, സ്ക്രിപ്റ്റ് റൈറ്റർ, അഭിനേത്രി, ഡിവൈൻ ആർട്ട് കലാസാഹിത്യ ജീവകാരുണ്യ സമിതിയുടെ പ്രസിഡൻ്റായ ശ്രീമതി രശ്മിയാർ ഊറ്ററ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും BSSലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ സന്നദ്ധ സംഘടനയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിരുന്ന ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്രനിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിൽ ദുർബലരുമായ ആളുകളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണെന്നുള്ളൊരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശത്തും 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ NSDC, വേൾഡ് സ്കിൽ കൗൺസിൽ, BSS അങ്ങനെ ഇത്യാദി എല്ലാ കോഴ്സുകളും 10,000-ൽ പരം കോഴ്സുകൾ രാജ്യത്തുടനീളം നടത്തി വരുന്നത്. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, സോളാർ മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ക്രെഡിറ്റ്, IT മിഷൻ തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങളാണ് ഇന്ന് ഭാരത് സേവക് സമാജ് ഏറ്റെടുത്ത് നടത്തുന്നത്. ദേശസ്നേഹികളായ മഹാനുഭാവന്മാരായ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ശ്രീ ഗുൽസാരിലാൽ നന്ദ എന്നിവരുടെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 72 വർഷം പിന്നിടുകയാണ്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ, വിദ്യാഭ്യാസ വിചക്ഷണർ, ആരോഗ്യ മേഖലയിലുള്ളവർ, നിയമജ്ഞർ, വാസ്തുശില്പികൾ, ആയോധന കലയിൽ പ്രാഗൽഭ്യം നേടിയവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ദേശീയ പുരസ്കാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഈ പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനമാണ്, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകളാണ്, നാലാമത് ബഹുമാനപ്പെട്ട BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയും നിങ്ങൾ ആദരപൂർവ്വം അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരവരുടെ കഴുത്തുകളിൽ അണിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ഏതാനും നിമിഷങ്ങൾക്കകം BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. ഭാരത് സേവക് സമാജിൻ്റെ ഫൗണ്ടേഷൻ ദിനം ഓഗസ്റ്റ് 12 ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മാസവും 12-ാം തീയതിയാണ് നമ്മൾ ഈ ചടങ്ങ് ഭാരതത്തിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തി വരുന്നത്. സെൻട്രൽ പ്രോഗ്രാം ഓഫീസായി ഇവിടെ ഇന്ന് ഈ കേരളത്തിലെ ഈ ചടങ്ങിന് ഇവിടെ നടക്കുകയാണ്. ഇവിടെ അവാർഡ് കാണിക്കാൻ എത്തിയിരിക്കുന്ന ധാരാളം വേദിയിൽ നിന്നുള്ള ധാരാളം കലാ മേഖലകളിൽ നിന്നും അതുപോലെ പ്രവർത്തന മേഖലകളിൽ നിന്നുള്ള എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഈ അവാർഡ് ഇവിടെ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ളത്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ശ്രീനായ BS ബാലചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാതിരിക്കാം, എന്നാലും എല്ലാവരുടെയും പൊതു അറിവിലേക്ക് വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. ഭാരതത്തിൻ്റെ ഭാരത് സേവക് സമാജിൻ്റെ ഏറ്റവും സമുന്നത പദവിയായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന പദവിയിലേക്ക് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം.
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഗുൽസാരിലാൽ നന്ദയ്ക്കും ശേഷം ഭാരതത്തിൻ്റെ ഏറ്റവും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന ഭാരതീയ സമാജിൻ്റെ തലപ്പത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് PS ബാലചന്ദ്രൻ സാർ ആ പദവിയിലേക്ക് എത്തുകയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ധാരാളം കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല, അദ്ദേഹം ചെയ്തിട്ടുള്ള ഭാരതീയ സമാജിന് വേണ്ടി രാജ്യത്തുടനീളം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഭാരതീയ സമാജിൻ്റെ ദേശീയ തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഭാരതത്തിലുടനീളവും അതുപോലെ തന്നെ ഭാരതത്തിന് പുറത്തേക്കും തന്നെ ഭാരതീയ സമാജിൻ്റെ പ്രവർത്തന മേഖല നീണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഭാരതീയ സമാജ് നമുക്ക് ഇന്ന് കാഴ്ചവെക്കുന്നത്. തൊഴിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, IT സാങ്കേതിക വിദഗ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, അതുപോലെ റിന്യൂവബിൾ എനർജി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, മൈക്രോ ഫിനാൻസ് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ അത് അനന്തമായി നീളുകയാണ്. ഏത് പ്രവർത്തനമാണ് ഭാരതീയ സമാജ് ഏറ്റെടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് മാത്രമാണ് വിഷയം. എന്നും പുതിയ ആശയങ്ങൾ എന്നും പുതിയ ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തരികയും അതേപോലെ ആശയങ്ങൾ പ്രവൃത്തിയിലെത്തിക്കുവാൻ ഭാരതീയ സമാജിനെ ഒന്നടങ്കം ദേശീയ തലത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും ഒന്നടങ്കം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രേരക ശക്തിയും ഭാരതീയ സമാജിൻ്റെ എല്ലാമാണ് PS ബാലചന്ദ്രൻ സാർ. അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനായി അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വന്ന ഒരു പ്രധാന തീരുമാനങ്ങളിലൊന്നാണ് ഭാരത് സേവക് ഓണർ നൽകി പ്രമുഖരെ ആദരിക്കുക എന്നുള്ളത്. പ്രമുഖരെന്ന് പറയുമ്പോൾ പേരെടുത്ത പ്രമുഖർ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരും പ്രമുഖരാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ എന്താണ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നതെന്ന്. ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലയിൽ അവരവർ ചെയ്യുന്ന എല്ലാം തന്നെ നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഒരു മുതൽക്കൂട്ടാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടതാണ്. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റാര് പറയാനാണ്? അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ സമാജ് അതിലേക്ക് ഓരോരുത്തരെയും കണ്ടെത്തി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിവിധ മേഖലകളിൽ നിന്നുള്ളതാണ്. ഇന്നത്തെ ഈ ബയോഡേറ്റ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, പല മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവരോരോരുത്തരും അവരവരുടെ കർമ്മ മേഖലയിൽ എന്തൊക്കെയാണ് സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് ആ ബയോഡേറ്റ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അവരെല്ലാം തന്നെ ഓരോ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അവരെല്ലാം രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ഭാരത് സമാജ് ഈ ഭാരത് സേവക് ഓണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കിട്ടുന്നവർ അത് കൂടുതൽ കർമ്മോത്സുകരായി മാറുകയും അതുപോലെ തന്നെ വരുന്ന തലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാകുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഓരോരുത്തരെയും, ഇപ്പം നിങ്ങളുടെ നാട്ടിലെല്ലാവരും തന്നെ നമ്മുടെ ഓരോരുത്തർക്കും ഈ അവാർഡ് കിട്ടി വരുമ്പോൾ അവിടെയുള്ള പിൻതലമുറയ്ക്ക് തന്നെ ഒരു പ്രചോദനമാകുകയും ആ തലമുറയെ കൂടി നിങ്ങൾ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ അവരവരെ കൊണ്ടാകുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസം ഭാരതീയ സമാജിനുണ്ട്. അത് ഈ ഓരോരുത്തരുടെയും ബയോഡേറ്റ ഇവിടെ വായിക്കുമ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ ബയോഡേറ്റ വായിക്കുന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പേരുടെ ബയോഡേറ്റ വായിച്ചു വരുമ്പം സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് പലരുടെയും വിദ്യാഭ്യാസ യോഗ്യതകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടാണ് ഞാൻ വായിക്കുന്നത്. അവരുടെ പ്രധാന കർമ്മമണ്ഡലങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. പക്ഷേ ഭാരതീയ സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് സമാനമായ ഒരു വെബ്സൈറ്റാണ്. അതിൽ നിങ്ങളെ ഓരോരുത്തരെയും പറ്റി, ഇത്രയും കാലം ഭാരത് സേവക് ഓണർ കിട്ടിയ ഓരോരുത്തരെയും പറ്റി, എന്തുകൊണ്ടാണ് അവർ ഭാരത് സേവക് ഓണറിന് അർഹരായത്, എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ, എന്തൊക്കെയാണ് അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്, എല്ലാം തന്നെ അതിനകത്ത് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോരുത്തരെ പറ്റിയുള്ള വിശദമായ അവരുടെ കർമ്മമണ്ഡലം എന്തൊക്കെയാണ് എന്നുള്ളത് അതിനകത്ത് കാണാൻ കഴിയും. ഈ ചടങ്ങിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ആദ്യം ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി വ്യക്തിപരമായ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യും. അപ്പം ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റും. കാര്യം എല്ലാവരും അയച്ചെന്ന ബയോഡേറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വിശദമായ ബയോഡേറ്റയാണ്. അത്രയും വിശദമായി വായിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ബ്രീഫായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഓരോരുത്തരുടെയും ബയോഡേറ്റ എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനേക്കാൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. അവരിവിടെ വന്ന് ഒന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിന്നാൽ എല്ലാവരെയും മനസ്സിലാക്കാം. എല്ലാവർക്കും സ്വാഗതം. അദ്ദേഹം കോയമ്പത്തൂർ സ്വദേശിയാണ്, ചിത്രകലാകാരനാണ്, അതുപോലെ തന്നെ കരാട്ടെ പരിശീലകനാണ്, അധ്യാപകനാണ്. മാർഷൽ ആർട്സായ കരാട്ടയിൽ 46 വർഷമായി പഠന പരിശീലനങ്ങൾ നടത്തി വരുന്നു. ഷിറ്റോ റിയു സ്റ്റൈലിലെ ആദ്യത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ മോസസ് സിലകിൽ നിന്നും കരാട്ടയും ചൈനീസ് ആയോധന കലയായ തായ്ഫിയും പരിശീലിച്ചു. ചിത്രരചനയിലും മാർഷൽ ആർട്സിലുമായി 1000-ലധികം ശിഷ്യർ ഇദ്ദേഹത്തിനുണ്ട്. കഞ്ചിക്കോട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്നു. നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നു. ചിത്രകലയിലെ മികവ് കണക്കിലെടുത്താണ് അദ്ദേഹത്തെ ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. അതുപോലെ തന്നെ
തൊഴിൽ പരിശീലനം എന്ന നിലയിൽ മറ്റുള്ളവർക്ക് തൊഴിൽ പഠിപ്പിച്ചു എന്നുള്ളതും കൂടി കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അടുത്ത ഡോക്ടർ PN രമണി, തൃശൂർ മുളങ്ങുന്നത്തുകാവ് സ്വദേശിയാണ്, ഡോക്ടറാണ്. ആദ്യ നിയമനം 1982 മലപ്പുറം ജില്ലയിലെ ഇടപ്പോളിലായിരുന്നു. കൂടുതൽ സ്ത്രീകളും പ്രസവം വന്ന ആശുപത്രിയിൽ പോകാതെ വീടുകളിൽ തന്നെയാണ് നടത്തിയിരുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രസവം എടുക്കാൻ വീടുകളിൽ പോകാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ദിവസം വരെ ആ വീടുകളിൽ താമസിച്ചാണ് പ്രസവം എടുത്തുകൊണ്ടിരുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് എല്ലാവിധ പരിചരണവും, നടക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് വീട്ടിലെത്തി ചികിത്സയും ചെയ്തു വരുന്നു. ആദിവാസി കോളനിയിലെ ആദിവാസികളെ പരിചരിക്കുകയും ബോധവൽക്കരണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. 6 കിലോമീറ്റർ നടന്നു പോയാണ് പലപ്പോഴും ഡോക്ടർ ചികിത്സ നടത്തിയിരുന്നത്. 25,000-ലധികം പ്രസവങ്ങളാണ് ഡോക്ടർ കൈകൊണ്ടെടുത്തിട്ടുള്ളത്. നിലമ്പൂർ, മഞ്ചേരി മേഖലകളിലെ ആദിവാസി മേഖലകളിൽ ധാരാളമായ ആരോഗ്യ സേവനങ്ങൾ നടത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി മാസത്തിലൊരിക്കൽ സൗജന്യ മെഡിക്കൽ പരിശോധനയും രക്തപരിശോധനയും മരുന്ന് വിതരണവും സ്വന്തം ചെലവിൽ നടത്തി വരുന്നു. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് കൊടുക്കുന്ന എല്ലാ മരുന്ന് സാമ്പിളുകളും പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കുകയും പലർക്കും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു വരുന്നു. അനാഥരായ രോഗികളെ അനാഥ മന്ദിരത്തിൽ ചെന്ന് നോക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വിജിലൻസ് ഡയറക്ടറായി തലസ്ഥാനത്ത് സേവനം ചെയ്തു. ഡോക്ടർമാർക്കിടയിലെ അനാസ്ഥയും അനധികൃത സ്വകാര്യ പ്രാക്ടീസും സത്യസന്ധമായി അന്വേഷിച്ച് നടപടികൾ സ്വീകരിച്ചു. നിലവിൽ കാരക്കോണ മെഡിക്കൽ കോളേജിൽ ഫിസിഷ്യനായി സേവനം നടത്തുന്നു. ആരോഗ്യ സേവന മേഖലയിലെ പ്രശസ്തമായ സേവനം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വേണുഗോപാൽ, നരിയാപുരം വേണുഗോപാൽ, പത്തനംതിട്ട നരിയാപുരം സ്വദേശി, കഥാപ്രസംഗികൻ, അഭിനേതാവ്, അനൗൺസർ, മിമിക്രി കലാകാരൻ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കഥാപ്രസംഗം അവതരിപ്പിച്ചു തുടങ്ങി. തുടർന്ന് 5 വർഷക്കാലം പ്രൊഫഷണൽ നാടക രംഗത്ത് പ്രവർത്തിച്ചു. ചങ്ങനാശ്ശേരി രംഗവേദി, കൊല്ലം പവിത്രാഞ്ജലി, തിരുവല്ല ധമനി കമ്മ്യൂണിക്കേഷൻസ് എന്നീ ട്രൂപ്പിൽ അനൗൺസറായും മിമിക്രി വൺ മാൻ ഷോ ചെയ്ത് ഇന്ത്യയിൽ ഉടനീളം ധാരാളം വേദികൾ പങ്കിടുകയും ചെയ്തു. കോട്ടയം കലാഭാവന, കൊച്ചിൻ മിമിക്സ് മീഡിയ എന്നീ മിമിക്രി സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദുബായ്, മസ്കറ്റ്, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, യമൻ, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിരവധി തവണ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. 25ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പേരുടെ ശബ്ദാനുകരണം നടത്തിയിട്ടുണ്ട്. 4 സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത കോമഡി സ്റ്റാർ എന്ന പ്രോഗ്രാമിൽ 5 വർഷക്കാലം ഇദ്ദേഹം പ്രവർത്തിച്ചു. കേരളത്തിലെ വിവിധ നൃത്ത നാടക ട്രൂപ്പുകൾക്കും ബൈബിൾ ഡ്രാമകൾക്കും ശബ്ദം മാറ്റി 5-6 കഥാപാത്രങ്ങൾക്ക് ഒരേ സമയം ശബ്ദം നൽകാറുണ്ട്. ചരിത്രത്തിലാദ്യമായി 55ഓളം പരമ്പരകളായി പ്രക്ഷേപണം ചെയ്യുന്ന വിഖ്യാത റഷ്യൻ സാഹിത്യകാരൻ ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷ എന്ന തുടർ നാടകത്തിൽ നിക്കോ എന്ന കേന്ദ്ര കഥാപാത്രത്തിന് ശബ്ദം നൽകി. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി അദ്ദേഹം കണ്ടിരിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ 300ഓളം സ്ഥാനാർത്ഥികൾക്കും അനൗൺസ്മെന്റ് ചെയ്ത് പത്തനംതിട്ട എഡിഷനിലെ മിക്ക പത്രങ്ങളും ഇദ്ദേഹത്തെക്കുറിച്ച് വാർത്ത വന്നിരുന്നു. 32 വർഷക്കാലമായി ഈ കലാമേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. കലാരംഗത്തെ വിവിധ കലാമേഖലകളിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ G. കൃഷ്ണൻ നായർ, തിരുവനന്തപുരം മുക്കോല സ്വദേശി, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ. 15ാമത്തെ വയസ്സിൽ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ KSUവിന്റെ യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അന്നു മുതൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെയും ബൂത്ത് ഏജന്റായും കൗണ്ടിംഗ് ഏജന്റായും പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം നോർത്ത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരവെ 1988 കൊടപ്പനക്കുന്ന് പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. തുടർന്ന് 3 പ്രാവശ്യം തുടർച്ചയായി പഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമാണ്. ഇലക്ട്രിക് കോൺട്രാക്റ്റായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. 15ഓളം പേർക്ക് അദ്ദേഹം തൊഴിലും നൽകിയിരുന്നു. പൊതുപ്രവർത്തനവും രാഷ്ട്രീയവുമായി ഇപ്പോഴും ഇദ്ദേഹം സജീവമായി രംഗത്തുണ്ട്. പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മനോജ് ശ്രീലകം, കായംകുളം സ്വദേശി,
24 വർഷമായി രംഗത്ത് പ്രവർത്തിക്കുന്നു. ഈ രംഗത്തെ പ്രവർത്തന പരിചയത്തിൽ അനവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ ചന്ദനമഴ, വൃന്ദാവനം, ഹരിചന്ദനം, മഴവിൽ മനോരമയിലെ അമല എന്നീ സീരിയലുകളിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. പിന്നീട് 2014 ദീക്ഷ എന്ന ഹ്രസ്വ ചിത്രം സ്വന്തമായി സംവിധാനം ചെയ്തു. ദീക്ഷയ്ക്ക് മികച്ച സംവിധാനമുള്ള കേരള സംസ്ഥാന പുരസ്കാരം ഇദ്ദേഹം കരസ്ഥമാക്കി. പിന്നീട് ചാമേലി, വചനമുത്തുകൾ എന്ന ആൽബം, സ്റ്റോൺവേ, ആയുരാരോഗ്യ സൗഖ്യം എന്നീ ഡോക്യുമെന്ററികളും ഇദ്ദേഹം സംവിധാനം ചെയ്തു. സുധാമണി സൂപ്പർ, ഭാഗ്യലക്ഷ്മി, മിസസ് ഹിറ്റ്ലർ, അക്ഷരത്തെറ്റ്, സ്വാതി നക്ഷത്രം, ചോതി തുടങ്ങി 11ഓളം സൂപ്പർ ഹിറ്റ് സീരിയലുകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഫ്ലവേഴ്സ് ചാനലിലെ വഞ്ചികന്തി മെഹാ സീരിയൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കലാരംഗത്തെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കലാമണ്ഡലം സുജാത, തൃശൂർ ചെറുതുരുത്തി സ്വദേശി നർത്തകി. മോഹിനിയാട്ടത്തിന്റെ ആവിഷ്കാര സാധ്യതകളെ സമഗ്രമായി ആവിഷ്കരിച്ച് ഹൃദയസമ്മതി നേടിയ നർത്തകി. നിരവധി നൃത്തരൂപങ്ങൾ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. കമലദളം എന്ന മലയാള സിനിമ, ലോക കേരള സഭ, കേരള നിയമസഭ, നാഷണൽ ഗെയിംസിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ എന്നിവിടങ്ങളിൽ നൃത്തം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചു. കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീ പി കുഞ്ഞിരാമൻ നായർ, കാവാലം നാരായണ പണിക്കർ എന്നിവരുടെ കവിതകൾ നൃത്താവിഷ്കാരം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. മോഹിനിയാട്ട, ഭരതനാട്യ കലാരൂപങ്ങളിൽ വർണ്ണം, പദം, തില്ലാന എന്നീ ആവിഷ്കാരങ്ങളും സ്വന്തം നടന വൈഭവത്തിലൂടെ അരങ്ങുകളിലെത്തിച്ചു. രാജാ രവിവർമ്മയുടെ ചിത്രകലയെ അടിസ്ഥാനമാക്കി നൃത്തരൂപം സംവിധാനം ചെയ്തു. 1000-ലധികം അരങ്ങുകൾ സ്വദേശത്തും വിദേശത്തുമായി നൃത്ത ആവിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ കേരള കലാമണ്ഡലം മോഹിനിയാട്ടം ലെക്ചറായി സേവനം ചെയ്തു വരുന്നു. മലയാളം സർവകലാശാല ഫാക്കൽറ്റി അഡ്വൈസറി കമ്മിറ്റി മെമ്പറായി കൂടി പ്രവർത്തിക്കുന്നു. കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം ഹയർ അപ്പീൽ കമ്മിറ്റി മെമ്പർ, കേരള PSC ഇന്റർവ്യൂ പാനലിലെ വിദഗ്ധ എന്നീ മേഖലകളിലും പ്രവർത്തിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ജോസ് അൽഫോൻസ്, എറണാകുളം സ്വദേശി, മോട്ടിവേഷണൽ സ്പീക്കർ, നേതൃത്വ പരിശീലന ക്യാമ്പ് ഡയറക്ടർ, ഗാനരചയിതാവ്. 40-ൽ പരം ഗാനങ്ങൾ യൂട്യൂബിലും FM സ്റ്റേഷനുകളിലും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. YMCA സബ് റീജിയണൽ കൗൺസിൽ അംഗം, മേനോൻ ആൻഡ് കൃഷ്ണ എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ, ലെൻസ്മാൻ ടെലിവിഷൻ നെറ്റ്വർക്ക് മാനേജർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ചോറ്റാനിക്കര ലയൺസ് ക്ലബ് പ്രസിഡന്റ്, യങ്സ്മെൻ ഇന്റർനാഷണൽ റീജിയണൽ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. പുലരിമഴത്തുള്ളികൾ, അകക്കാമ്പ്, വഴിവിളക്കുകൾ എന്നീ പുസ്തകങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി യുക്തി ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. സംഘാടകൻ, ഗാനരചയിതാവ്, സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങിയ മേഖലകൾ ഇന്നും സജീവം. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജു യേശുദാസ്, കൊല്ലപ്പള്ളിത്തോട്ടം സ്വദേശി, കഥ, കവിത, ഓർമ്മക്കുറിപ്പുകൾ എന്നീ രചനകൾ നടത്തുന്നു. സോഷ്യൽ മീഡിയയിൽ 3 സാഹിത്യ കൂട്ടായ്മകളുടെ അഡ്മിനാണ്, അതുപോലെ മോഡറേറ്ററുമാണ്. 1000-ലേറെ കവിതകളും കൂടാതെ കഥയും ഓർമ്മക്കുറിപ്പുകളുമായി 40-ലേറെ രചനകളും സ്വന്തമായുണ്ട്. ഇതിൽ 30ഓളം കവിതകൾ എഴുത്തുകാരുടെ കൂട്ടായ്മയിൽ വിവിധ പബ്ലിക്കേഷനുകളിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമസ്യ എന്ന പബ്ലിക്കേഷനിലൂടെ കവിക്കും കവിതയ്ക്കും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. 2022 മുതൽ നിരവധി സാഹിത്യവേദി കൂട്ടായ്മകളിൽ മികച്ച കവി പ്രതിഭാ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭാഷാ മലയാളം 2022-23 സാഹിത്യ പ്രതിഭ, സാഹിതി സംഗമവേദി 2023, ബാലാമണിയമ്മ സ്മാരക ബാലകവിതാ പുരസ്കാരം, സാക്ഷി 2023 എക്സലൻസ് അവാർഡ്, പ്ലാന്റേറ്ററി അവാർഡ് 2023, കൊച്ചിൻ സാഹിത്യ അക്കാദമി 2023, സുവർണ തൂലിക പുരസ്കാരം, ഫിലമെന്റ് 2024 കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഷിജു SP നല്ലില, കൊല്ലം സ്വദേശി, കവി, കഥാകൃത്ത്, ഗാനരചയിതാവ്, പ്രാസംഗികൻ, സംവാദകൻ, സാമൂഹ്യ പ്രവർത്തകൻ. 100ഓളം കവിതകൾ രചിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ നിഴലുകൾ എന്ന കഥാസമാഹാരം ഒറ്റമുറിയിലെ സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രസന്ന പ്രകാശ്, കോഴിക്കോട് മങ്കാവ് സ്വദേശി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി എന്നീ നൃത്തങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചു. കോഴിക്കോട് ആഴ്ചവട്ടത്ത് 32 വർഷമായി ഗുരു നാട്യ കലാക്ഷേത്ര എന്ന നൃത്ത വിദ്യാലയം നടത്തിവരുന്നു. കൂടാതെ ബാബുരാജ് അക്കാദമി, അഴകൊടി ദേവീക്ഷേത്രം എന്നിവിടങ്ങളും കോഴിക്കോട് ആദ്യമായി യുവതികൾക്കും വീട്ടമ്മമാർക്ക് വേണ്ടിയും നൃത്ത ക്ലാസുകൾ നടത്തിവരുന്നു.
കൂടാതെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും രോഗത്താൽ ഒറ്റപ്പെടുന്നവർക്കും ആരോരുമില്ലാതെ ആശാഭവനിൽ കഴിയുന്നവർക്കും വേണ്ടി ധാരാളം നൃത്തം അവതരിപ്പിക്കാറുണ്ട്. കേരള ഫോക്ലോർ അക്കാദമി നാട്യശ്രീ പുരസ്കാരവും കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ അവാർഡും പ്രസിദ്ധ നടിയും നർത്തകിയുമായിരുന്ന ശ്രീവിദ്യയുടെ പേരിലുള്ള അവാർഡ്, ഗുരുവായൂർ പൈതൃകം, വരദം സംഗീത നൃത്തോത്സവത്തോടനുബന്ധിച്ചുള്ള മഞ്ജികേശി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. നൃത്ത മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി റാണി ടോമി, എറണാകുളം ഇടപ്പള്ളി സ്വദേശി, ഗായിക, അഭിനേത്രി എന്ന നിലകളിൽ പ്രവർത്തിക്കുന്നു. 50 കൊല്ലമായി നർത്തകിയാണ്. പാട്ട്, നാടകം ഇവയും വിവിധ വേദികളിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നൃത്തവേദികളിലും ഗാനസദസ്സുകളിലും നാടകങ്ങളിലും സജീവം. പാലായിൽ ഡാൻസ് ക്ലാസ് നടത്തി വരുന്നു. ധാരാളം പേർ ശിഷ്യഗണങ്ങളായിട്ടുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നണി ഗായികയും നടിയും അവതാരികയുമായ ശ്രീമതി റിമി ടോമിയുടെ അമ്മയാണ് റാണി ടോമി. ഡാനിയൽ പുരസ്കാരം, വിവിധ സംഘടനകളുടെ അവാർഡുകൾ തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. തിരുവാതിര കളിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. കലാരംഗത്തെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശാസ്താംകോട്ട അജയകുമാർ, ശാസ്താംകോട്ട സ്വദേശി, കവി, ചിത്രകാരൻ, സംവിധായകൻ, അധ്യാപകൻ. ആദ്യ കവിത ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തു. ധാരാളം ആനുകാലികളിലും കവിതകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആദ്യ കവിതാ സമാഹാരം കനൽ പെയ്ത വഴികൾ. സ്വന്തം രചനയിലും സംവിധാനത്തിലും 2 ഡോക്യുമെന്ററികൾ നിർമ്മിച്ചിട്ടുണ്ട്. 2 ഹ്രസ്വ ചിത്രങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ദൂരദർശന് വേണ്ടി ഡോക്യുമെന്ററിയുടെ രചന നിർവഹിച്ചു. അതുപോലെ തന്നെ ദൂരദർശന് വേണ്ടി ഡോക്യുഫിഷന്റെ ടൈറ്റിൽ സോങ്, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ എന്നിവയും രചിക്കുന്നുണ്ട്. സ്വന്തമായി യൂട്യൂബ് ചാനൽ നടത്തി വരുന്നുണ്ട്. ഹ്രസ്വ ചിത്രങ്ങൾ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. രാഷ്ട്രബന്ധു മാഗസിന്റെ മാർക്കറ്റിംഗ് ജനറൽ മാനേജറും കാരിക്കേച്ചറിസ്റ്റും പത്രാധിപ സമിതി അംഗവുമാണ്. വിവിധ സംസ്ഥാനങ്ങളിലും ചങ്ങനാശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് അവാർഡ്, മലയാള കാവ്യസാഹിത്യയുടെ ആദരവ്, കേരള കാവ്യ തരംഗിണിയുടെ സ്നേഹാദരവ്, എ പാച്ചൻ ഫൗണ്ടേഷന്റെ ആദരവ്, എ അയ്യപ്പൻ അനുസ്മരണ ആദരവ് തുടങ്ങി ധാരാളം അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കാർത്തിക് എസ് നായർ, തിരുവനന്തപുരം വെൺപകൽ സ്വദേശി. തൻ്റെ ക്യാമറ കൊണ്ട് സിനിമകൾക്ക് വേറിട്ട കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന വ്യക്തിയാണ്. കയ്യിൽ കിട്ടുന്ന ക്യാമറയിൽ ലെൻസ് ഉപയോഗിച്ച് മനം കവരുന്ന ദൃശ്യങ്ങൾ കവിത പോലെയാണ് ഇദ്ദേഹം കോറിയിടുന്നത്. 2011 പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന സിനിമയുടെ ക്യാമറ അസിസ്റ്റന്റായിട്ടായിരുന്നു സിനിമയിലേക്കുള്ള പ്രവേശനം. തുടർന്ന് തമിഴിലായിരുന്നു കാർത്തിക്. തമിഴ് മേഖലയാണ് കാർത്തിക് തിരഞ്ഞെടുത്തത്. പവിത്രന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മാട് ധാവണി എന്ന തമിഴ് ചിത്രം ചെയ്തു. ഈ ചിത്രത്തിന് ക്യാമറാമാൻ ശ്രീ ഗണേഷിനൊപ്പം പ്രവർത്തിച്ച ശ്രീ കാർത്തിക് 2015 പ്രശസ്ത ക്യാമറാമാൻ രവി വർമ്മനോടൊപ്പം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി ഭാഷകളിൽ വിവിധ പ്രതിഭകളുടെ അഭിനയ മുഹൂർത്തങ്ങളെ ക്യാമറയിൽ പകർത്തി. ഇന്ത്യയിലാകെ ശ്രദ്ധേയമായ ചലച്ചിത്ര സംരംഭങ്ങളുടെ ഭാഗമാകാനും ഇദ്ദേഹത്തിന് ഇതുവഴി കഴിഞ്ഞു. ഗുജറാത്തിലും വളരെയധികം ശ്രദ്ധയാർജിച്ച സിനിമകൾക്ക് വേണ്ടി ഇദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു. സ്കോട്ട്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്, തായ്ലൻഡ് തുടങ്ങി 20ലേറെ വിദേശ രാജ്യങ്ങളിലും ഷൂട്ടിങ്ങിൽ ഇദ്ദേഹം പങ്കാളിയായി. ക്യാമറാമാൻ എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനത്തിന് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശ്യാം ടി മാത്യു, പത്തനംതിട്ട കുര്യന്നൂർ സ്വദേശി, ഹൈക്കോടതി അഡ്വക്കേറ്റ്, ഗാനരചയിതാവ്, കലാ, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തകൻ. നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ആകാശവാണിക്കും ദൂരദർശനും വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രൂശിനരികിലെ അമ്മ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ആനുകാലികങ്ങളിൽ ധാരാളമായി കവിതകൾ എഴുതി വരുന്നു. ഇഫ്റ്റ, ഇസ്കഫ് തുടങ്ങിയ സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നു. ആൽബം സോങ്ങുകൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുന്നുണ്ട്. സിനിമാ സഹസംവിധാനവും വഹിച്ചിട്ടുണ്ട്. സ്കൂൾ, കോളേജ് കലോത്സവങ്ങളിൽ ജില്ലാ തലങ്ങളിൽ ജഡ്ജായി ഇദ്ദേഹം പോകുന്നുണ്ട്. നിരവധി സംഘടനകളിൽ നിന്ന് ഇദ്ദേഹത്തിന് ഈ മേഖലകളിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുനു ഇഞ്ചക്കലേത്ത്, പത്തനംതിട്ട കോയഞ്ചേരി സ്വദേശി,
കഴിഞ്ഞ 25 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തും ചെയ്യിപ്പിച്ചും വരുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായി പൊരുതുന്നു. ജപ്തിയായ വീട് വീണ്ടെടുക്കാൻ തുക ശേഖരിച്ച് അവരെ സഹായിക്കുക. അതുപോലെ തന്നെ വീടും വസ്തുവും വിറ്റ് പണവുമായി കടന്നു കളഞ്ഞ മകൻ്റെ അമ്മയെ സ്വന്തമായി വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കുക എന്നിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇദ്ദേഹം ചെയ്തു വരുന്നു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മതത്തിനും മയക്കുമരുന്നിനും എതിരെ പോരാടി കുട്ടികൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസം മുടങ്ങിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തുക മറ്റുള്ളവരിൽ നിന്നുകൂടി കണ്ടെത്തി അവരെ സഹായിക്കുന്നു. അംഗപരിമിതർക്ക് കൈത്താങ് നൽകി വരുന്നു. വീടില്ലാത്ത 2 പേർക്ക് വീട് വയ്ക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. മികച്ച പ്രവർത്തനത്തിന് ഹ്യൂമൻ റൈറ്റ്സ് പത്തനംതിട്ട അവാർഡ്, ഹ്യൂമൻ റൈറ്റ്സ് കേരള സ്റ്റേറ്റ് അവാർഡ്, ഗയോൺസ് പ്രയർ ടവറിൻ്റെ അവാർഡ്, ഡോക്ടർ ഭീംറാവ് അംബേദ്കർ ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ എബനേസർ ഫെലോഷിപ്പ് ചർച്ച് കടയാർ അയിരൂർ പത്തനംതിട്ട സഭ പാസ്റ്ററായും ഹ്യൂമൻ റൈറ്റ്സ് മൈനോറിറ്റി സെൽ നാഷണൽ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു വരുന്നു. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുനിൽ കുമാർ, തൃശൂർ കോടന്നൂർ സ്വദേശി, നർത്തകൻ. 30 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം, തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിൽ പ്രത്യേകമായി നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. NGO യൂണിയൻ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ തുടർച്ചയായി വിന്നറായിട്ടുണ്ട്. സബ് ജില്ലാ മത്സരങ്ങൾക്കും CBSE സംസ്ഥാന കലോത്സവങ്ങളിലും നിരവധി തവണ ഇദ്ദേഹം വിധികർത്താവായിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ ജീവനക്കാരനായിരുന്നു. തുടർന്ന് നിലവിൽ 5 വർഷമായി മുകുന്ദപുരം താലൂക്കിലെ നെന്മണിക്കര വില്ലേജ് ഓഫീസറായി പ്രവർത്തിച്ചു വരുന്നു. 30 വർഷമായി ശ്രീ പ്രിയ കലാവേദി എന്ന നൃത്ത സ്കൂൾ നടത്തിവരുന്നു. 1000-ലേറെ ശിഷ്യന്മാരാണ് ഇദ്ദേഹത്തിനുള്ളത്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കാട്ടാമ്പള്ളി നിഷ്കളൻ, കൊല്ലം കടയ്ക്കൽ സ്വദേശി, കവി, സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ. ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. അരളിക്കായ്കൾ, ഇഞ്ചി, നിദ്രാഭംഗം എന്നീ 3 കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 ഖണ്ഡകാവ്യങ്ങൾ, മീര, കൂപമേഘങ്ങൾ എന്നിവയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ദളിത് സർവീസ് സൊസൈറ്റിയുടെ അവാർഡ്, മാർത്തോമ യുവജന സമാജം അവാർഡ്, കൊട്ടാരക്കര കലാസാഹിത്യ സാംസ്കാരിക വേദി അവാർഡ്, നവോത്ഥാന സംസ്കൃതി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ധാരാളം വായനക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിലവിൽ നടന്ന സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തിയ ജില്ലാ പുസ്തകമേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്യാം SA, തിരുവനന്തപുരം വക്കം സ്വദേശി, കലാകാരനും കാരുണ്യ പ്രവർത്തകനുമാണ്. സിനിമാ മേഖലയായിരുന്നു ലക്ഷ്യം. പ്രശസ്ത സിനിമാ സംവിധായകൻ ആലപ്പി അഷ്റഫ് 2023 സംവിധാനം ചെയ്ത അടിയന്തരാവസ്ഥ കാലത്ത് അനുരാഗം എന്ന സിനിമയിൽ ലൊക്കേഷൻ മാനേജറായി പ്രവർത്തനം ആരംഭിച്ചു. 75-82 കാലഘട്ടത്തിലെ കഥ ആയതിനാൽ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം, ലൊക്കേഷൻ എല്ലാം ഒരു വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ 3 വർക്കുകൾ ചെയ്തു വരുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും അറിയപ്പെടുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനുമാണ്. സ്വന്തമായി ബിസിനസ് ഉള്ളതിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതത്തിൽ ഒരു നല്ല ഭാഗം മെഡിക്കൽ കോളേജുകൾക്കും മറ്റും ഭക്ഷണം വാങ്ങി നൽകി വരുന്നു. കലാമേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ TS ഹരിറാം, തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി, ഗായകൻ. സ്മൂൾ മ്യൂസിക് ആപ്പിൽ 7000 ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. രാഗലയ എന്ന ഗാനമേള ട്രൂപ്പ് തുടങ്ങി തലസ്ഥാനത്തും പുറത്തുമായി നിരവധി ഗാനമേളകളും ഭക്തിഗാനസുതയും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അജന്ത ഓർക്കസ്ട്ര, വോയിസ് ഓഫ് യൂത്ത്, രാഗലയ എന്നിവയിലും പാടിയിട്ടുണ്ട്. കൈരളി TV-യിൽ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. മകരജ്യോതി എന്ന അയ്യപ്പഗാന ആൽബം YouTube വഴി റിലീസ് ചെയ്തു. കലാനിധി ട്രസ്റ്റ് സംഗീത മത്സരത്തിൽ 3 തവണ മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചു. ചെന്നൈ ഗായകിലെ മികച്ച സൂപ്പർ സീനിയർ സിംഗർ അവാർഡ്, EN 24 ചാനൽ അവാർഡ്, കലാനിധി ലിറ്റററി അവാർഡ്, കലാനിധി P. ഭാസ്കരൻ സ്മൃതി അവാർഡ്, പാലക്കാട് സ്മൂൾ സിംഗർ അവാർഡ്, LI ഗോൾഡൻ ഫെസ്റ്റ് അവാർഡ്, ആനന്ദസാഗരം സിംഗർ അവാർഡ്, SBI അവാർഡ് എന്ന് തുടങ്ങി ധാരാളം അവാർഡുകൾ ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്.
ഫേസ്ബുക്കിൽ സ്മൂൾ തിരുവനന്തപുരം സിംഗേഴ്സ് ഗ്രൂപ്പ് എന്ന പേജിന്റെ അഡ്മിനായി ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സജു ചാക്കോ, പത്തനംതിട്ട കോന്നി സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മികച്ച കോളേജുകളിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കുവാനും സ്കോളർഷിപ്പ് നൽകി പഠനം പൂർത്തീകരിക്കുവാനും അവസരം ഒരുക്കി കൊടുക്കുന്നു. യുവജനങ്ങളുടെ ഇടയിൽ കരിയർ ഗൈഡൻസ് നൽകുന്നു. മദ്യം, മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂൾ, കോളേജ് തലങ്ങളിൽ നടത്തിവരുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അനാഥാലയങ്ങൾ, പ്രായമായവരെ നോക്കുന്ന മന്ദിരങ്ങൾ എന്നിവിടങ്ങളിൽ എല്ലാ മാസങ്ങളിലും ആവശ്യങ്ങളനുസരിച്ച് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ സിനിമാ ഫീൽഡിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി പ്രവർത്തിക്കുന്നു. കശി അമണിപ്പിള്ളയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. കോന്നി സാവിഡോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപന ഉടമയും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. സാമൂഹ്യ സേവനയിലെ മേഖലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. യാസ്മിൻ സുലൈമാൻ, തിരുവനന്തപുരം മംഗലപുരം സ്വദേശി, സാമൂഹ്യ, പൊതുവിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ കോവിഡ് വേളകളിൽ കിടപ്പ് രോഗികൾക്ക് മരുന്നും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസിനും അവസരമൊരുക്കി. കഴിഞ്ഞ 5 വർഷമായി സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒന്നിലധികം സ്കൂളുകളിലെ PTA ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു. മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന് സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനശക്തി പുരസ്കാരം, ദേശീയ ബാലതരംഗത്തിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, മികച്ച PTA പ്രസിഡന്റിനുള്ള ഡോക്ടർ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാന അവാർഡ്, മികച്ച പൊതുവിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഫ്രീഡം ഫൈറ്റിന്റെയും ജനാധിപത്യ കലാ സാഹിത്യവേദിയുടെയും പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ സംഘടനകളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ ബോധവൽക്കരണം നടത്തിവരുന്നു. കലാ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സരസ്വതി ദിവാകരൻ, മലപ്പുറം സ്വദേശി, വളാഞ്ചേരി MES കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എഴുതി തുടങ്ങിയതാണ്. ആദ്യകാല പ്രസിദ്ധീകരണങ്ങൾ മാതൃഭൂമിയുടെ ബാലപംക്തിയിലായിരുന്നു. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ സാഹിത്യ ഗ്രൂപ്പുകളിലും കവിതകളും കഥകളും എഴുതുന്നു. 25ഓളം പുസ്തകങ്ങളിലും പത്രങ്ങളിലും രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1992 കൊച്ചിൻ റിഫൈനറിയുടെ ജ്വാലാധ്വനി അവാർഡ്, 2023 മഞ്ചരി ബുക്സ്, അതിനോടനുബന്ധിച്ച് പെൻഡ്രൈവിന്റെ വേൾഡ് സ്റ്റാർ ലിറ്ററേച്ചർ അവാർഡ്, ഭാഷാ മലയാള സാഹിത്യം സംസ്കൃത കൂട്ടായ്മയുടെ സാഹിത്യ പ്രതിഭാ പുരസ്കാരം, സൃഷ്ടിപഥത്തിന്റെ അക്ഷരജ്യോതിസ് പുരസ്കാരം, കൃതിയും കർത്താവും ഗ്രൂപ്പിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ്, 2023 മഹാകവി അക്കിത്തം സ്മാരക സാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷിയ ഏഞ്ചൽ, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി, നർത്തകി, മജീഷ്യ. കൊയിലാണ്ടിയിൽ 22 വർഷമായി ഏഞ്ചൽ കലാകേന്ദ്രം എന്ന സ്ഥാപനം നടത്തിവരുന്നു. കേരളത്തിനകത്തും പുറത്തും നിരവധി നൃത്ത പരിപാടികളും മാജിക് ഷോയും നടത്തുന്നു. ഇതുവരെ 2000-ലധികം വേദികൾ ഇന്ത്യയിൽ ഉടനീളമായി പങ്കിട്ടിട്ടുണ്ട്. ഓൾ കേരള മാപ്പിള കലാസംഗീത അക്കാദമിയുടെ മോനിഷ അവാർഡ്, JC ഡാനിയൽ പുരസ്കാരം, 4500 നർത്തകിമാർക്കൊപ്പം മോഹിനിയാട്ടം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി. ഓൾ ഇന്ത്യ മാജിക് മത്സരത്തിൽ 4ാം സ്ഥാനം നേടിയിട്ടുണ്ട്. കേരള പോലീസ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയായ യോദ്ധാവ് എന്ന പ്രോഗ്രാമിന് കൊയിലാണ്ടിയിൽ 30ഓളം സ്കൂളുകളിൽ സ്വന്തമായി കൊറിയോഗ്രാഫി ചെയ്തു കൊടുത്തു. നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് എന്ന സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി കൂടി പ്രവർത്തിച്ചു വരുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സൂര്യ രാജൻ, ആലപ്പുഴ ജില്ലയിൽ കായംകുളം സ്വദേശി, കവയിത്രി, കഥാകൃത്ത്, ചിത്രകാരി, അധ്യാപിക. നിരവധി ആനുകാലികങ്ങളിൽ രചനകൾ നടത്തുന്നുണ്ട്. നിന്ന വഴികളിലൂടെ കവിതാ സമാഹാരം, പ്രണയത്തിന്റെ പറ്റുപുസ്തകം, ആകൃതി എന്നീ കവിതാ സമാഹാരങ്ങൾ, ഹൃദയമേ നീ അറിയ, മുഖംമൂടി എന്നീ കഥാസമാഹാരങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മ്യൂറൽ പെയിന്റിംഗ് രംഗത്തും സജീവമാണ്. 2018 മുതൽ അധ്യാപികയായി ജോലി ചെയ്തു വരുന്നു. 2021 മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. നിലവിൽ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ കട്ടച്ചിറ ഹൈസ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കുന്നു. കൂടാതെ അബാക്കസ് ടീച്ചറായി 2 വർഷം ജോലി നോക്കിയിട്ടുണ്ട്.
2024 ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ സർഗപ്രഭ അവാർഡ്, പൊൻകിരണം അവാർഡ്, മാമ്പു CBSE മലയാളം അധ്യാപക കൂട്ടായ്മ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ പ്രശസ്തിയാണെങ്കിലും അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഹാജിറ BV MA, ശ്രീമതി, എറണാകുളം സ്വദേശി, കളമശ്ശേരി പ്രൈമറി ഹെൽത്ത് സെന്ററിൽ 12 വർഷക്കാലമായിട്ട് ആശാ വർക്കറായി സേവനമനുഷ്ഠിക്കുന്നു. വാർഡുകളിലെ രോഗികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വാർഡിൽ ആരോഗ്യപരമായ ബോധവൽക്കരണ ക്ലാസുകൾ, പ്രഷർ, ഷുഗർ, സൗജന്യ പരിശോധന എന്നിവ നടത്തി വരുന്നു. നിലവിൽ കർഷക സംഘം എക്സിക്യൂട്ടീവ് അംഗമായും മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നു. 2019 ബെസ്റ്റ് ആശാ വർക്കറിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കളമശ്ശേരി നഗരസഭ 5-ാം വാർഡിൽ 2021 കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. വാർഡിൽ പൊതുവായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കുന്നു. പൊതുവായിട്ടുള്ള പ്രവർത്തനം ചെയ്തിട്ടുള്ളതുകൊണ്ട് പല വേദികളിലും അംഗീകാരം ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനം, ജനങ്ങളിലേക്കുള്ള ബോധവൽക്കരണവും കൊടുത്തു വരുന്നു. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രകാശ് നങ്ങാട്, കോഴിക്കോട് മാങ്കാവ് സ്വദേശി, ചമയ മേഖലയിൽ 38 വർഷമായി രംഗത്തുണ്ട്. പ്രശസ്ത സിനിമാ താരങ്ങൾ, മോഡലുകൾ, കലാതിലകങ്ങൾ, പ്രതിഭകൾ എന്നിവരെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രമുഖ സിനിമാ പ്രസിദ്ധീകരണങ്ങളായ വനിത, ഗൃഹലക്ഷ്മി തുടങ്ങിയവയുടെ കവർ ചിത്രങ്ങൾക്ക് വേണ്ടി മോഡലുകളെ മേക്കപ്പ് ചെയ്യുന്നു. ധാരാളം ഷോർട്ട് മൂവികൾ, സീരിയലുകൾ, ആൽബങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയും ചമയം ഒരുക്കിയിട്ടുണ്ട്. കലാഞ്ജലി ഫൗണ്ടേഷൻ, ARC ഗോൾഡൻ അവാർഡ് തുടങ്ങി ധാരാളം ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. ചാരിറ്റി മേഖലയിലും ധാരാളം പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. ചമയ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ അഭിഷേക് ഹരി, തിരുവനന്തപുരം കരിമം സ്വദേശി, കവി, ഗ്രന്ഥകാരൻ. എ സെറീൻ കപ്പ് ഓഫ് ടീ എന്ന 25 ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രസിദ്ധീകരിച്ചു. കായികവും മറ്റ് ജീവിത സംബന്ധിയും ആയ വിഷയങ്ങളെക്കുറിച്ച് സ്വന്തം വെബ്സൈറ്റിലും ടെക്നോളജിയെക്കുറിച്ചും ട്വിറ്ററിലും എഴുതുന്നു. മുൻനിര മാധ്യമങ്ങളിൽ ലേഖനങ്ങളും കവിതകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഫോറത്തിൽ അംഗമാണ്. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന തലത്തിൽ നടത്തിയ കലാഞ്ജലി 2023 കലാമത്സരത്തിൽ നിരവധി സമ്മാനങ്ങളും കലാപ്രതിഭ പട്ടവും ലഭിച്ചു. ചിന്മയ സ്കൂളുകൾ നടത്തിയ മത്സരത്തിൽ ചിന്മയ ദക്ഷ 2024, ചിന്മയ ശാസ്ത്രോത്സവ് 2024, ബെസ്റ്റ് സ്റ്റുഡൻറ് ടീച്ചർ അവാർഡ് തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി മിത്ര പ്രതീഷ്, കോഴിക്കോട് വടകര സ്വദേശി, കർണാടക സംഗീതത്തിൽ വളർന്നു വരുന്ന ഒരു വോക്കലിസ്റ്റാണ്. 10ാമത്തെ വയസ്സിൽ 2 മണിക്കൂറോളം നീണ്ടുനിന്ന കച്ചേരി അവതരിപ്പിച്ചുകൊണ്ട് സംഗീത ലോകത്ത് സ്ഥാനം പിടിച്ചു. 2023 മുതൽ ധാരാളം കച്ചേരികൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി നടത്തിവരുന്നു. രാജ്യാന്തര വേദികളിലും പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. അമൃത TV, NTV, FM 7 എന്നിവയിൽ ഇതിനോടകം സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗണേശം, സൂര്യ നാട്യകളരി, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗോകുലം ഗോശാല വിദ്യാപീഠം എന്നിവിടങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംഗീത കച്ചേരികളാണ് നടത്തിയിട്ടുള്ളത്. നവരാത്രി ദർശനങ്ങളെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ദുർഗയുടെ 9 ഭാവങ്ങളെ 9 രാഗങ്ങളിൽ ആലപിച്ചിരുന്നു. സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വോക്കൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആദരവും ലഭിച്ചിട്ടുണ്ട്. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി സിംന നജീബ് CK, 10ാമത്തെ വയസ്സിൽ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം എന്നിവയുടെ അരങ്ങേറ്റം നടത്തി. 2023 നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ 1ാം സ്ഥാനം A ഗ്രേഡ് നേടി. തിരൂർ സബ് ജില്ലാ കലോത്സവത്തിൽ 28 കുട്ടികൾ പങ്കെടുത്ത നാടോടി നൃത്ത മത്സരത്തിൽ 2ാം സ്ഥാനം നേടി. ബാംഗ്ലൂരിൽ നടന്ന ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൽ അവാർഡ് നൃത്യം കരസ്ഥമാക്കി. തിരുനാവായ മാമാങ്ക മഹോത്സവത്തിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. കണ്ണൂർ കാഞ്ഞങ്ങാട് നിന്ന് OLPP അവാർഡ് 2024 കരസ്ഥമാക്കി.
നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സാജൻ കലിശ്ശേരി, ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശി, മിമിക്രി ആർട്ടിസ്റ്റ്, അഭിനേതാവ്, ഗായകൻ. 25 വർഷമായി മിമിക്രി വേദികളിലും ഗാനമേളകളിലും സജീവമായി തുടരുന്നു. ലയം ഓർക്കസ്ട്ര, നിസരി ഓർക്കസ്ട്ര എന്നീ ട്രൂപ്പുകളിൽ ഗാനമേള നടത്തുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ മിമിക്രി, സംഗീതം എന്നീ കലകളിൽ ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. വൺ മാൻ ഷോ, സൂര്യ ടിവിയിലെ രസികരാജൻ നമ്പർ 1 കോമഡി ഷോ എന്നിവയിലും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിൻ കോമഡി ട്രാക്സ്, ആലപ്പി ജോക്സ് എന്നിവിടങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. കാഴ്ച, പൗരൻ, പാവ, മാവേലിക്കോട്, എന്നാലും എൻ്റെ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2 ഷോർട്ട് ഫിലിമുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട അശ്വിനി, ഭാവന, സ്റ്റാർ മീഡിയ എന്നീ ട്രൂപ്പുകളിൽ ജോലി ചെയ്യുന്നു. ഗാനമേളകൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കലാരംഗത്തെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കൃഷ്ണകുമാർ TJ, പത്തനംതിട്ട ആനേടി സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, അധ്യാപകൻ. 27 വർഷമായി CBM HSS നൂറനാട് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകനായും ചെങ്ങന്നൂർ NCC ബറ്റാലിയനിലെ അസോസിയേറ്റ് NCC ഓഫീസറായും പ്രവർത്തിക്കുന്നു. NCCയിലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി യൂണിഫോം സൗജന്യമായി നൽകുന്നു. കോവിഡ് കാലത്ത് പാവപ്പെട്ടവർക്ക് ആഹാര സാധനങ്ങളും മരുന്നുകളും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ, ആശുപത്രികൾ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ സാനിറ്റേഷൻ ഉപകരണങ്ങൾ, മാസ്ക്, ഗ്ലൗസ് എന്നിവ വിതരണം ചെയ്തിട്ടുണ്ട്. KPSTA എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന കൗൺസിലറും മാവേലിക്കര എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവും തോട്ടുവ 1197 നമ്പർ NSS കരയോഗം സെക്രട്ടറിയുമാണ്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ജോജോ കായംകുളം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശി, കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. നിരവധി കഥകളും കവിതകളും മുൻനിര മാധ്യമങ്ങളിലും മാസികകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉപാസന സാംസ്കാരിക വേദിയുടെ സരസ്വതി പുരസ്കാരം, മാധവ മുരളി പുരസ്കാരം, അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, കേരളീയം പുരസ്കാരം, കവിതാ സാഹിത്യ കലാ സാംസ്കാരിക വേദിയുടെ സുഗതകുമാരി പുരസ്കാരം, സന്മ സാംസ്കാരിക വേദി നൽകിയ കലാശ്രേഷ്ഠ പുരസ്കാരം, ഭാഷാശ്രീ സാഹിത്യ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങളും ആദരവുകളും ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. ഗാനരചന നിർവഹിച്ച 4 ആൽബങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുതിയ ആൽബങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ചു വരുന്നു. നിലവിൽ ബിസിനസ് രംഗത്താണ് പ്രവർത്തിച്ചു വരുന്നത്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സരോജ മോഹൻ, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്വദേശി, കവി, കഥാകൃത്ത്, നാടകകൃത്ത്, ലേഖിക, അഭിനേത്രി, നർത്തകി. സ്വന്തമായി നാടകം എഴുതി സംവിധാനം ചെയ്ത് നായികയായി അഭിനയിച്ചിട്ടുണ്ട്. തിരുവാതിര കളി വിവിധ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പൂത്തിരുവാതിര എന്ന പേരിൽ 51 തിരുവാതിര പാട്ടുകൾ അടങ്ങിയ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ രാഗാമൃതം എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളി മങ്ക തിരുവാതിരക്കളി അരങ്ങ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പഞ്ചായത്തിലെ 23 വാർഡിലും 3 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവരെ ജാതി മത ഭേദമന്യേ എല്ലാ സ്ത്രീകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ തിരുവാതിര കളിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. സ്കൂൾ തലങ്ങളിൽ കലോത്സവങ്ങളിൽ കുട്ടികളെ തിരുവാതിര പഠിപ്പിച്ചു വരുന്നു. സ്കൂൾ, കോളേജ്, മറ്റ് മത്സരവേദികൾ വിധികർത്താവായും പോകുന്നുണ്ട്. ആലപ്പുഴ ഫോക്ലോർ അക്കാദമി അവാർഡ്, നാരായണീയ പ്രചാരസഭയുടെ ഭക്തസുധ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവമായി നിലകൊള്ളുന്നു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ, INTUC വനിത ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, NSS യൂണിയൻ മെമ്പർ, സ്വാശ്രയ സംഘം പ്രസിഡന്റ്, ക്ഷീര കർഷക സംഘം പ്രസിഡന്റ്, രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന പ്രസിഡന്റ്, ഭാഗവത പാരായണ അസോസിയേഷൻ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു. കലാരംഗത്തെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രിയ സുനിൽകുമാർ, തൃശൂർ കോടന്നൂർ സ്വദേശി, നർത്തകി. ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിൽ നിരവധി കുട്ടികളെ പങ്കെടുപ്പിച്ച് അവർക്ക് സമ്മാനങ്ങൾ നേടാൻ അവരെ പ്രാപ്തരാക്കിയെടുക്കുന്നു. സബ് ജില്ലാ അതുപോലെ ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിൽ വിധികർത്താവായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലും ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
നിലവിൽ നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 20 വർഷമായി ശ്രീ പ്രിയ കലാവേദി എന്ന നൃത്ത വിദ്യാലയം നടത്തിവരുന്നു. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സീന രവി, ആലപ്പുഴ വള്ളികുന്നം സ്വദേശി, കരുനാഗപ്പള്ളി ഉപജില്ലയിൽ BJM മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്ര അധ്യാപികയായി വിരമിച്ചു. സോഷ്യൽ മീഡിയയിലും ആനുകാലികങ്ങളിലും സജീവ സാന്നിധ്യമാണ്. കഥ, കവിത, ലേഖനങ്ങൾ, സമസ്യാപൂരണങ്ങൾ, ശ്ലോകരചന തുടങ്ങിയവ കൂടാതെ യാത്രാ വിവരണങ്ങൾ, വായനാ കുറിപ്പുകൾ മുതലായവയും എഴുതുന്നു. ഓടനാടിൻ്റെ ഓളങ്ങൾ എന്ന പുസ്തകം, 2 കവിതാ സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട്. ഭക്തി കവിതകൾ, ബാലകവിതകൾ, ഇഹപര സുഹൃതം തേടി എന്നീ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ സംഘം വേദിയുടെ കാവ്യ പുരസ്കാരം, സുഗതകുമാരി സാഹിത്യ സംസ്കാര വേദിയുടെ സംസ്ഥാന കവിതാ ജൂറി പുരസ്കാരം, മയൂഖ ജ്യോതി പുരസ്കാരം, കാവ്യധ്വനി സാഹിത്യവേദിയുടെ കാവ്യ നക്ഷത്ര പുരസ്കാരം, സാഹിത്യ സംഗമ വേദിയുടെ ബാലകവിതാ പുരസ്കാരം, സർഗസംഗീതം സാഹിത്യ ഗ്രൂപ്പിന്റെ കവി തിലകം പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിൽ പ്രശസ്തിയാണെങ്കിലും അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പുഷ്പം ചുള്ളിമാനൂർ, തിരുവനന്തപുരം മണ്ണൂർക്കോണം സ്വദേശി, കവിതാരചന, കഥാരചന, നാടകാഭിനയം, ഗാനാലാപനം, കാരുണ്യ പ്രവർത്തനം. 2000 പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചു. പഞ്ചായത്ത് മെമ്പർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ 2005 വരെ തുടർന്നു. മുൻ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇതിനകം 200-ൽ പരം കവിതകൾ പൂർത്തിയാക്കി. ഹൃദയപ്പൂവുകൾ എന്ന കവിതാ സമാഹാരം പ്രസാദനം ചെയ്തിട്ടുണ്ട്. ധാരാളം സാഹിത്യ ഗ്രൂപ്പുകളിലും മാധ്യമങ്ങളിലും കവിതാ രചന നടത്തുകയും ആലപിക്കുകയും ചെയ്തു വരുന്നു. വനിതാ പ്രൊമോട്ടറായും സേവനമനുഷ്ഠിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ആസാദ് ആശീർവാദ്, കൊല്ലം രാമൻകുളങ്ങര സ്വദേശി, കഥാകൃത്ത്, കവി. പഠനകാലത്ത് തന്നെ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സൗജന്യമായി ഓൺലൈനിൽ ഇദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. 101 കവിതകൾ അടങ്ങിയ നേർക്കാഴ്ച എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടുള്ള സാഹിത്യ സംഘടനയുടെ പേരിലും പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുൻനിര മാധ്യമങ്ങളിൽ കഥ, കവിത എന്നിവ പ്രസിദ്ധീകരിച്ചു വരുന്നു. പുരസ്കാരങ്ങളും ആദരവുകളും ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. പാരൽ കോളേജ് അധ്യാപകനായിരുന്നു. ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോൾ സ്വന്തമായി പാരൽ കോളേജ് തുടങ്ങുകയായിരുന്നു. അതിനുശേഷം നാഗാലാൻഡ് ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകനായി ജോലി ചെയ്തു. അതിനുശേഷം വയനാട് കോളേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ LD ക്ലർക്കായി സ്ഥിരം നിയമനം ലഭിച്ചു. കേരള സംസ്ഥാന വൈദ്യുത ബോർഡിൽ കാഷ്യറായി നിയമനം ലഭിക്കുകയും സൂപ്രണ്ടായി വിരമിക്കുകയും ചെയ്തു. ഊർജ്ജ സംരക്ഷണ മേഖലയിൽ ശ്ലാഘനീയമായി പ്രവർത്തനം കാഴ്ചവെച്ചതിന് പ്രശംസാപത്രവും ട്രോഫിയും നൽകിയിട്ടുണ്ട്. നിലവിൽ വൈദ്യുതി ബോർഡിലെ പെൻഷനേഴ്സ് സംഘടനയുടെ ഭാരവാഹിയാണ്. ഊർജ്ജ സംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ലുജി ബിജു, വർക്കല പാലച്ചിറ സ്വദേശി, നവമാധ്യമങ്ങളിലെ എഴുത്തുകാരി. കവിതകൾ, ലേഖനങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, കഥകൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവ എഴുതുന്നു. പൗർണമി വിടരുന്ന രാവുകൾ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കടമനിട്ട രാമകൃഷ്ണൻ കവിശ്രേഷ്ഠ പുരസ്കാരം, ബിച്ചു തിരുമല കാവ്യാഞ്ജലി പുരസ്കാരം, കവിതാ സാഹിത്യ കലാ സാംസ്കാരിക വേദിയുടെ വനമിത്ര പുരസ്കാരം, ജ്വാല സംസ്കൃതി ഭവന്റെ ജ്വാല കാവ്യസൂന പുരസ്കാരം, റൈറ്റേഴ്സ് ഹട്ടിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം, കണ്ടൽ ബുക്സിന്റെ സാഹിത്യ പ്രതിഭ ആദരവ്, കവിതാ സാഹിത്യ സാംസ്കാരിക വേദിയുടെ ശ്രേഷ്ഠ സാഹിത്യ രചന ആദരവ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ലേഖനത്തിന് കവിതാ സാഹിത്യ ഗ്രൂപ്പിന്റെ പുനലൂർ കാർണിവൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മണി കാവശ്ശേരി, പാലക്കാട് ആലത്തൂർ സ്വദേശി, കവി. 25 വർഷമായി പല മുൻനിര പ്രസിദ്ധീകരണങ്ങളിലും 300ഓളം കവിതകൾ എഴുതി. നാഷണൽ മലയാളം ലിറ്ററേച്ചർ ഫോറം ഡൽഹി സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടി. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമായ പെൻഡ്രൈവ് എന്ന കവിതാ സമാഹാരത്തിൽ കവിത പ്രസിദ്ധീകരിച്ച് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, ഏഷ്യ വേൾഡ് റെക്കോർഡ്, യൂണിക്കോൺ വേൾഡ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയുടെ ആദരവ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
അഡ്വക്കേറ്റ് BVK, മലപ്പുറം പൊന്നാനി സ്വദേശി, 15 വർഷമായി പൊന്നാനി കോടതിയിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നു. ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകൾ, ഫാമിലി കേസുകൾ, പോക്സോ കേസുകൾ, ആക്സിഡന്റ് കേസുകൾ എന്നിങ്ങനെ എല്ലാത്തരം കേസുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. വക്കീൽ ഫീസ് നൽകാൻ നിവൃത്തിയില്ലാതെ വരുന്ന നിരവധി പാവപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ ആയി അവരുടെ കേസ് നടത്തി കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട്. പ്രവാസി ഇന്ത്യൻ ലീഗൽ കൗൺസിൽ എന്ന സംഘടനയുടെ ലീഗൽ അഡ്വൈസർ, ബാങ്കിന്റെ ലീഗൽ അഡ്വൈസർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. നർത്തകി കൂടിയാണ്. മോഹിനിയാട്ടം, സിനിമാറ്റിക് ഡാൻസ്, സെമി ക്ലാസിക് ഡാൻസുകൾ തുടങ്ങി ധാരാളം നൃത്തങ്ങൾ നിരവധി സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ വേൾഡ് റെക്കോർഡിന് വേണ്ടി ഭരതനാട്യം, ശിവതാണ്ഡവം ചെയ്തിട്ടുണ്ട്. നിയമസംരക്ഷണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ GR കൃഷ്ണ, തിരുവനന്തപുരം മങ്കാട്ടുകടവ് സ്വദേശി, ക്യാമറാമാൻ, സംവിധായകൻ, അസോസിയേറ്റ് ഡയറക്ടർ. 29 വർഷമായി സീരിയൽ സംവിധായകനാണ്. പ്രൊഫഷണൽ ക്യാമറ ചലനത്തിലും ഫ്രെയിം കോമ്പോസിഷനിലും മികവ് പുലർത്തുന്നു. ലൈറ്റിംഗ്, സെറ്റ് ഡിസൈൻ, സ്ക്രിപ്റ്റ് വർക്ക് എന്നിവയിൽ വൈദഗ്ധ്യം. മഴവിൽ മനോരമ, അമൃത ചാനൽ, സൂര്യ TV, കൈരളി TV, ജയ് ഹിന്ദ് ചാനൽ എന്നിവയിലെ ധാരാളം സീരിയലുകൾക്ക് സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ ഫൈൻ ഫ്രെയിംസ് പ്രൊഡക്ഷൻ, വാണിജ്യ കോർപ്പറേറ്റ് സിനിമകൾ എന്നിവയിൽ ക്യാമറാമാൻ, സംവിധായകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, മികച്ച സീരിയൽ സംവിധായകനുള്ള അവാർഡ്, മികച്ച സംവിധായകനുള്ള മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റി അവാർഡ്, മികച്ച സംവിധായകനുള്ള JC ഫൗണ്ടേഷൻ അവാർഡ്, രവീന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ്, ദുബായ് മീഡിയ ക്ലബ് അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ഇദ്ദേഹത്തിന് ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശോഭന തിരുമല, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി, നാടൻ പാട്ട്, കൊയ്ത്തുപാട്ട്, ചെറുകഥ എന്നിവ എഴുതുന്നു. 37 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയതിന് ശേഷമാണ് നാടൻ പാട്ടുകളും കൊയ്ത്തുപാട്ടുകളും ലേഖനങ്ങളും എഴുതി തുടങ്ങിയത്. അതുപോലെ തന്നെ ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. കർപ്പൂരമുല്ല എന്ന പേരിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കി. ഭാരതീയ മാസികയിലും പ്രതിലിപിയിലും മുൻനിര മാധ്യമങ്ങളിലും മലയാളി അസോസിയേഷനിലും കവിതകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. 14 വർഷമായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിലെ മെമ്പറാണ്. റെസിഡൻസ് അസോസിയേഷൻ സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശ്രുതി പ്രേം, കരുനാപ്പള്ളി സ്വദേശി, കവയിത്രി, കഥാകൃത്ത്, ഗാനരചയിതാവ്. 20ഓളം കവിതാ സമാഹാരങ്ങളിൽ അതുപോലെ കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുൻനിര വാർത്താമാധ്യമങ്ങളിലും നിരവധി ഡിജിറ്റൽ മാഗസിനുകളിൽ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ ധാരാളം ഭക്തിഗാനങ്ങൾ രചിച്ച് ആലപിച്ചിട്ടുണ്ട്. മസ്കറ്റിൽ ടീച്ചറായി സേവനമനുഷ്ഠിച്ചിരുന്നു. നിലവിൽ കാവ്യാക്ഷരങ്ങൾ, കൃതിയും കർത്താവും എന്നീ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിനും തപസ്യ കലാസാഹിത്യ വേദിയുടെ കരുനാഗപ്പള്ളിയുടെ അംഗമായും പ്രവർത്തിക്കുന്നു. കവിതയ്ക്ക് ഏഷ്യ ബുക്ക് റെക്കോർഡ്സ്, ലക്കി വൈറ്റ് ഓൾ പബ്ലിക്കേഷൻ പെൻ സ്റ്റാർ അവാർഡ്, റൈറ്റർ ഹെഡ് സ്പെഷ്യൽ അവാർഡ്, ജൂറി അവാർഡ്, മഹാകവി അക്കിത്തം സ്മാരക സാഹിത്യ പുരസ്കാരം, കാവ്യാക്ഷരം കൂട്ടായ്മ സാഹിത്യ പുരസ്കാരം, സ്വരലയ സാഹിത്യ പ്രതിഭാ പുരസ്കാരം, കണ്ടൽ സാഹിത്യ പ്രതിഭാ പുരസ്കാരം എന്നീ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജൻസി MJ, എറണാകുളം ജില്ലയിലെ തൃക്കാക്കര സ്വദേശി, അംഗനവാടി ടീച്ചർ. ഓരോ തീം അനുസരിച്ച് അംഗനവാടിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് അതിലെ കഥാപാത്രങ്ങളായി മാറിക്കൊണ്ടാണ് പഠനരീതി അവലംബിക്കുന്നത്. കുട്ടികൾക്ക് കൗതുകം പകരുന്ന പാവകളിയിലൂടെയും അവർക്ക് മനസ്സിലാകുന്ന പാട്ടും കഥകളിലൂടെയും വേറിട്ട പഠനരീതിയാണ് നടപ്പിലാക്കി വരുന്നത്. കൂടാതെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. അഭയകേന്ദ്രങ്ങളിൽ ഭക്ഷണവും വസ്ത്രവും മരുന്നും മറ്റ് അത്യാവശ്യ സാധന സാമഗ്രികളും വിവിധ ചാരിറ്റി സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിച്ച് എത്തിച്ചു നൽകാറുണ്ട്. 2013-14 മികച്ച അംഗനവാടി വർക്കർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ്, 2023 മികച്ച വർണ്ണക്കൂട്ട് ക്ലബിനുള്ള ജില്ലാ തല അവാർഡ്, മികച്ച അംഗനവാടി അധ്യാപികയ്ക്കുള്ള ജവഹർലാൽ പുരസ്കാരം, APJ അബ്ദുൽ കലാം സെന്ററിൻ്റെ നാരി അവാർഡ്, മികച്ച അംഗനവാടി അധ്യാപിക എന്ന നിലയിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം, ISKF എറണാകുളം ജില്ലാ കമ്മിറ്റി എന്നിവയുടെ ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മധു പ്രദീപ് M,
കണ്ണൂർ തലശ്ശേരി സ്വദേശി കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ, ജ്യോതിഷ പണ്ഡിതൻ, അധ്യാപകൻ, ക്ഷേത്രപൂജാരി. ആത്മീയ മാസികകളിൽ വാരഫലങ്ങൾ എഴുതുന്നുണ്ട്. കവിയും കഥാകൃത്തും രചയിതാവും കൂടിയാണ്. കഥകളും കവിതയും യാത്രാ വിവരണങ്ങളും നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം, കൊട്ടാരക്കര കലാസാഹിത്യ സംഘത്തിന്റെ സാഹിത്യ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. നിരവധി സാഹിത്യ സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു. ആൽബങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ച് നൽകിയിട്ടുണ്ട്. നിലവിൽ ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജ്യോതി വിശ്വനാഥൻ, ഇടുക്കി കാഞ്ചിയാർ സ്വദേശി, കവയിത്രി. 40-ൽ കൂടുതൽ കവിതകളും രചിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി കുഞ്ഞാപ്പി കവിതകൾ എന്ന പേരിൽ കവിതാ സമാഹാരവും ചാരം എന്ന പേരിൽ മറ്റൊരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗസൽ മാന്ത്രികൻ ഫിജിൽ കോമയുടെ ഉറുദു ഗസലുകൾക്ക് ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കവിതകളുടെ രചനയും നടത്തുന്നുണ്ട്. കോവിഡ് ദുർഘട കാലഘട്ടത്തിൽ സ്വയം വോളണ്ടിയർ സ്റ്റാഫ് നഴ്സായി വളരെക്കാലം പ്രവർത്തിച്ചു. തുടർന്ന് കോവിഡ് ബ്രിഗേഡിയറിൽ അംഗമായി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന DC-യിൽ സ്റ്റാഫ് നഴ്സായി നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ചു. കോവിഡ് കാലത്തെ സേവനങ്ങൾക്കായി കോവിഡ് പോരാളി പുരസ്കാരം, ഫിലമൻ കലാസാഹിത്യവേദിയുടെ കവിതാ പുരസ്കാരം, സ്നേഹലയ കലാസാഹിത്യവേദിയുടെ കവിതാ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഫിലമൻ കലാസാഹിത്യവേദിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ്. നിലവിൽ കാഞ്ചിയാർ FHC-യിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. സാഹിത്യ മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിനു കരുമം, തിരുവനന്തപുരം കരുമം സ്വദേശി, നടൻ. കലാധരൻ രസിക എന്ന നാടക സമിതിയിൽ 5 വർഷക്കാലം നടനായിരുന്നു. മലയാള സിനിമയിലെ പ്രശസ്തനായ മേക്കപ്പ് മാൻ കരുമം മോഹനോടൊപ്പം സഹായിയായി കഥാനായകൻ, ദി കാർ എന്നീ സിനിമകളിൽ വർക്ക് ചെയ്തു. അതോടൊപ്പം ദൂരദർശൻ മേക്കപ്പ് മാൻ ബൈജുവിനൊപ്പം സഹായിയായി ധാരാളം ഷോർട്ട് ഫിലിമുകളിലും സീരിയലുകളിലും പ്രവർത്തിച്ചു. ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്ത മരുഭൂമിയിൽ പൂക്കാലം, ഒഴിവുകാലം, ഏഷ്യാനെറ്റിലെ വേളാങ്കണ്ണി മാതാവ്, സെയിന്റ് ആന്റണി, പരസ്പരം, അതുപോലെ തന്നെ പല ചാനലുകളിൽ ഉൾപ്പെടെ 30ഓളം സീരിയലുകളിൽ പ്രധാന മേക്കപ്പ് മാനായി പ്രവർത്തിച്ചു. 25ഓളം മലയാള സിനിമകളിലും ധാരാളം സീരിയലുകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പൽ ദിൽ കെ സാത്ത് എന്ന ഹിന്ദി സിനിമയുടെ മേക്കപ്പും ചെയ്തിട്ടുണ്ട്. നിലവിൽ സൂര്യ TV-യിലെ ഭാവന എന്ന സീരിയലിന്റെ മേക്കപ്പ് മാനാണ്. കരുമം പൗർണമി കലാകായിക സാംസ്കാരിക സംഘടനയിൽ പ്രവർത്തിക്കുന്നു. മേക്കപ്പ് രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വിശാഖ് കരിമുളയ്ക്കൽ, ആലപ്പുഴ കോമല്ലൂർ സ്വദേശി, നന്ദികേശ ശില്പി, ചുവർചിത്ര കലാകാരൻ, ഗുസ്തി താരം, ചിത്രരചന അധ്യാപകൻ. 200 വർഷത്തിന് മുകളിലുള്ള നന്ദികേശ ശില്പ നിർമ്മാണ മേഖലയിൽ നാളിതുവരെ ഒരു വനിതാ ശില്പി ഉണ്ടായിട്ടില്ല. ഈ രംഗത്തേക്ക് ഒരു പെൺകുട്ടിയെ ആദ്യമായി ഇദ്ദേഹം പഠിപ്പിച്ചു കൊണ്ടുവന്നു. ചുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ കേരളത്തിലെ ക്ഷേത്ര ചുവരിലെ ആദ്യ ശയനമൂർത്തി ചുവർചിത്രം വരച്ചിട്ടുണ്ട്. ദി ഫോളോയിങ് ഐസ് എന്ന പ്രസിദ്ധമായ വിഷ്ണുമൂർത്തി തെയ്യചിത്രം, അരുണാചൽ പ്രദേശ് പാർലമെന്റ് സമുച്ചയത്തിലെ ദി ലൈഫ് ഓഫ് അരുണാചൽ പ്രദേശ്, നിഷി ലൈഫിനെ അടിസ്ഥാനമാക്കി വരച്ച ദി ഹെഡ് ഹണ്ടേഴ്സ് ഇൻ നിഷി എന്നീ ചിത്രങ്ങളുടെ രചയിതാവാണ് ഇദ്ദേഹം. 2015-16 കേരള റെസ്ലിംഗ് അസോസിയേഷൻ ആലപ്പി 61 കിലോ ചാമ്പ്യനാണ്. 2024 സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡോക്ടർ BR അംബേദ്കർ പുരസ്കാരം, ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് സൊസൈറ്റി അവാർഡ്, വിവിധ സാംസ്കാരിക ക്ഷേത്ര സംഘടനയുടെ അവാർഡ് എന്നിവയിൽ ലഭിച്ചിട്ടുണ്ട്. ശില്പനിർമ്മാണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽകുമാർ R, പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്വദേശി. 2007 മുതൽ അടൂരിലെ ഐടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നീഷ്യൻ, പ്രോസസ് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെന്റ് ടെക്നോളജി എന്നീ കോഴ്സുകൾ നടത്തി 2000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. പഠിച്ചിറങ്ങിയവർ എല്ലാവരും തന്നെ വിദേശത്തും സ്വദേശത്തുമായി ജോലി നോക്കുന്നു. കേരള സർക്കാർ അംഗീകരിച്ച നാഷണൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 7 വർഷം ഇൻസ്ട്രക്ടറായിരുന്നു. ഗോവ സിപ്ല ഫാർമസ്യൂട്ടിക്കലിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായും, മാർസൺ ടെക്സ്റ്റൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്വാളിറ്റി കൺട്രോളറായും, ബാംഗ്ലൂർ ഏഷ്യൻ ടുബാക്കോ കമ്പനി SIITയുടെ അഡ്മിനിസ്ട്രേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്.
DYFI മുൻ മേഖലാ ട്രഷറർ, മേഖലാ പ്രസിഡന്റ്, ഏരിയ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 13 വർഷമായി CPIM ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. തൊഴിൽ പരിശീലന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അനിത എസ്, തിരുവനന്തപുരം പേരുക്കട സ്വദേശി, സാമൂഹ്യ പ്രവർത്തക. 25 വർഷമായി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ചാരിറ്റബിൾ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. 2005 കുടപ്പനക്കുന്ന് പഞ്ചായത്ത് മെമ്പറായി സ്ഥാനമേറ്റു. തുടർന്ന് 2015 തിരുവനന്തപുരം നഗരസഭ കുടപ്പനക്കുന്ന് വാർഡ് കൗൺസിലറായും സ്ഥാനമേറ്റു. അനിത മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന സ്ഥാപനം നടത്തിവരുന്നു. ഇതുവഴി 100 കണക്കിന് വനിതകളെ വാഹനം ഓടിക്കുന്നതിനായി പഠിപ്പിച്ചിട്ടുണ്ട്. ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ ഭാഗമായി 52 പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. വിധവകളായ കുറേ പേർക്ക് പല സംഘടനകളുമായി ചേർന്ന് വീട് വയ്ക്കുന്നതിനും വീട് മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്താൽ ചികിത്സാ സഹായം ചെയ്തു വരുന്നു. കോവിഡ് സമയത്ത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ, മരുന്നുകൾ, ആംബുലൻസ് സർവീസുകൾ എന്നിവ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. 2011 റാണി ലക്ഷ്മിബായി നാഷണൽ അവാർഡ്, 2018 BR അംബേദ്കർ നാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കുടപ്പനക്കുന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജെസ്സി ജോയ്സൺ, പത്തനംതിട്ട സ്വദേശി, കഴിഞ്ഞ 10 വർഷമായി കുവൈറ്റിൽ സ്ഥിരതാമസം. ഗായിക, നർത്തകി, അഭിനേത്രി, എഴുത്തുകാരി, നിർമ്മാതാവ്, സംവിധായിക, ആങ്കർ. കുവൈറ്റിലെ വിബ്ജോർ TVയിൽ ഹാല ഹെപ്പ് പ്രോഗ്രാം അവതാരക. കുവൈത്തിന് ഉറുദു റേഡിയോ സ്റ്റേഷനിലെ മലയാളം, ഉറുദു പ്രോഗ്രാമുകളുടെ മുഖ്യ ക്ഷണിതാവാണ്. പ്രവാസ ലോകത്ത് 10ഓളം മ്യൂസിക് ബാൻഡുകളിൽ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്, തെലുങ്ക്, അറബിക് എന്നീ ഭാഷകളിൽ പ്രവർത്തിച്ചു. കൈരളി TV, ജനം, കുവൈറ്റ് ബ്യൂറോ, മീഡിയ 1, അമൃത ഗൾഫ് ന്യൂസ്, NE ന്യൂസ്, മലയാളി ടൈംസ്, ഗ്ലോബൽ ഇന്ത്യ ന്യൂസ്, ഗൾഫ് ന്യൂസ് എന്നീ മാധ്യമങ്ങളിലും ശ്രദ്ധേയമായ കലാകാരിയാണ്. അന്താരാഷ്ട്ര ബഹുമതികൾ നിരവധിയായി നേടിയിട്ടുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ദിനശ്രീ സുജിതൻ, തിരുവനന്തപുരം സ്വദേശി, എഴുത്തുകാരിയാണ്. കടൽ മുള്ളാണ് ആദ്യത്തെ കവിതാ സമാഹാരം. 2024 സബരിയ സാംസ്കാരിക സമിതി ബാംഗ്ലൂർ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ കവിതാ പുരസ്കാരം ആദ്യ കവിതാ സമാഹാരമായ കടൽ മുള്ളിന് ലഭിച്ചു. കാനായി കുഞ്ഞിരാമൻ നായർ രൂപകൽപ്പന ചെയ്ത ഫലകവും 2023 വേൾഡ് മലയാളി ക്രിയേറ്റീവ് ഫോറത്തിന് കവിതാ പുരസ്കാരവും ലഭിച്ചു. ഓൺലൈൻ മാധ്യമങ്ങളിൽ എഴുതാറുണ്ട്. ശ്രീ നാരായണ ഗുരുവിൻ്റെയും ഗുരു നിത്യചൈതന്യയുടെയും കൃഷ്ണമൂർത്തിയുടെയും അതുപോലെ ഓഷോയുടെയും തുടങ്ങിയ ആത്മീയ ഗുരുക്കന്മാരുടെ പുസ്തകങ്ങളായിരുന്നു കൂടുതലും സ്വാധീനിച്ചിട്ടുള്ളത്. കഥകളും നോവലുകളും രചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. വീട്ടമ്മമാർക്കും പ്രചോദനം ലഭിക്കും വിധം മിഥിലാലയ ഡാൻസ് അക്കാദമി എന്ന ഒരു കലാകേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എല്ലാ വർഷവും അവതരിപ്പിക്കുന്നുണ്ട്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് ശ്രീജ, എറണാകുളം വൈറ്റില സ്വദേശി, കലാരംഗത്ത് സ്കൂൾ പഠനകാലത്ത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നടന്ന ഫിലിം ഫെസ്റ്റിവൽ, മനോരമ ന്യൂസ് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ പൊതുപരിപാടികൾക്കും അവതാരകയായി. ചിത്രത്തിലും നൃത്തകലയിലും പഠനം നടത്തിയിട്ടുണ്ട്. ചിത്രകലയിൽ സോളോ എക്സിബിഷനും ഗ്രൂപ്പ് എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ നിരവധി പ്രദർശനങ്ങളിൽ കേരളത്തിലുടനീളം പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഡ്രീം പെയിന്റ് ബ്രഷ് അവാർഡുകൾ, മെഡലുകൾ, വിഷൻ വിത്ത് മിഷൻ 2023 ഭാഗമായി സംഘടിപ്പിച്ച ലാർജസ്റ്റ് കാറ്റഗറിയിൽ ടാലന്റ് റെക്കോർഡിൽ ഇടം പിടിച്ച ലൈവ് പെയിന്റിംഗ് പരിപാടി, കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകരായ ചിത്രകാരന്മാരുടെ പെയിന്റിംഗ് പ്രദർശനം, അത്തരത്തിൽ നിരവധി ശ്രദ്ധേയമായ ചിത്രരചന പ്രദർശനത്തിലും ക്യാമ്പുകളിലും സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ചിത്രകലയ്ക്ക് വിവിധ സംഘടനകളുടെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവാറുണ്ട്. ചിത്രകലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സൂര്യകുമാരി, തിരുവനന്തപുരം കരമന സ്വദേശി, സോഷ്യോളജി സിദ്ധ മെഡിക്കൽ കോളേജിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ്. തിരുവനന്തപുരത്തെ തമിഴ് സംഘത്തിൻ്റെ 2016-2020 വരെ പ്രസിഡന്റായിരുന്നു.
വനിതാ സംഘം പ്രസിഡന്റായി 12 വർഷം പ്രവർത്തിച്ചിരുന്നു. നിരവധി തമിഴ് കവിതകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രന്ഥത്തെ തൊട്ട് പ്രളയനിലത്തെ തൊട്ട് അൻപൈ തൊട്ട് കേൾവിയായി വേൾവിയായി രാമായണം ചോദ്യോത്തരം എന്നിവയാണ് പ്രധാന കൃതികൾ. ആകാശവാണി തമിഴ് ചൊൽമാലയിൽ കഥകൾ കവിതകൾ എന്നിവ അവതരിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശാലിനി ശാലു, മലപ്പുറം ചങ്ങരംകുളത്ത് സ്വദേശിനി. വള്ളത്തോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉപരിപഠനത്തിന് പഠിക്കുന്ന കാലം മുതൽ വായനയും എഴുത്തും. 2011 2 ബുക്ക് സെന്ററുകൾ ആരംഭിച്ചു. 2 പേർക്ക് തൊഴിൽ നൽകുവാനും സാധിച്ചു. പിന്നീട് കാരുണ്യ പ്രവർത്തന മേഖലയിലായിരുന്നു പ്രവർത്തനം. സ്കൂൾ കുട്ടികൾക്കും അതുപോലെ നാട്ടിലെ സ്കൂളുകൾക്കും വായനശാലയിലേക്കും പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുക, അതുപോലെ പഠന സൗകര്യങ്ങൾ ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പഠന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നിവ ചെയ്തു വരുന്നു. സാമൂഹ്യ മേഖല സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാമകൃഷ്ണൻ മൂലങ്കോട്, പാലക്കാട് മൂലങ്കോട് സ്വദേശി, ഡാൻസർ, അഭിനേതാവ്. 5 വയസ്സ് മുതൽ നൃത്തം പഠിക്കാൻ തുടങ്ങി. ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. 30 വർഷമായി കഞ്ചിക്കോട് ഉത്തര നൃത്ത വിദ്യാലയം എന്ന സ്ഥാപനം നടത്തുന്നു. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സൂത്രധാരൻ, അണ്ണൻ തമ്പി എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചാന്തുപൊട്ട എന്ന സിനിമയിൽ കോറിയോഗ്രാഫറായി വർക്ക് ചെയ്തു. ഡാനിയൽ പുരസ്കാരം, മീഡിയ സിറ്റി, മോനിഷ ഫൗണ്ടേഷൻ, നാട്യശ്രീ പുരസ്കാരം തുടങ്ങി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പാലക്കാട് ജില്ല പുതുശ്ശേരി കഞ്ചിക്കോട് GLP സ്കൂളിൽ നൃത്ത അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.